ചിലർ സംഘാടകരാണ്, ചിലർ പ്രക്ഷോഭകാരികളാണ്, ചിലർ പ്രചാരകരാണ്, ചിലർ ബഹുജന പ്രസ്ഥാന നേതാക്കന്മാരാണ്. ഇതിലേതാണ് ഗോപാലജിയുടെ സ്ഥാനം? നമ്മൾ ആലോചിക്കണം. ഇത് ആരുമായിരുന്നില്ല ഗോപാലജി. ഗോപാലജി എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം വിപ്ലവത്തിന് അടുക്കള പണിക്കാരനായിരുന്നു. വിപ്ലവത്തിൻ്റെ അടുക്കള പണിക്കാരനാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ആ അനുസ്മരണം നടത്തുമ്പോൾ അദ്ദേഹം മരിച്ചു വിട്ടവത്ത് മനോരമയിൽ വാർത്ത വന്നു. ഗോപാലജി യാത്രയായി ഭാവി തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമായി. അദ്ദേഹത്തിൻ്റെ ശരീരം അദ്ദേഹം മെഡിക്കൽ കോളേജിൽ എഴുതി വെച്ചു. അത് എടുക്കേണ്ടി വന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു പാഠപുസ്തകമായിരുന്നു അതിന് മുൻപും മരിച്ച ശേഷം. അതാണ് നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്. അദ്ദേഹം ജീവിതത്തിലുടനീളം ജനങ്ങളോടൊപ്പം നിന്നു. അദ്ദേഹത്തിൻ്റെ വിഭാഗത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെ ഗോപാലജി അവിടെ നിന്ന് വരുന്നു. സംസ്കാര പ്രവർത്തനമാണെന്ന് സാഹു പറഞ്ഞല്ലോ. എങ്ങനെ അത്തരം മേഖലയിൽ ആൾ വരുന്നു നമുക്കറിയാം. ഈ മേഖലയിലൊക്കെയാണ് യഥാർത്ഥ ഹിന്ദുത്വ ഫാസ്റ്റോ അതിൻ്റെ വേരുകളായിരിക്കുന്നത്. കേരളത്തിൽ എൻ്റെ നാട്ടിൽ എൻ്റെ സ്കൂളിൽ പഠിച്ച പിള്ളേർ തല മട്ടടിച്ചു വരുന്ന പിള്ളേർ തലക്കെട്ടടിക്കും. പപ്പട ചെട്ടി കളിയാക്കുമായിരുന്നു. സാമൂഹ്യമായ അവഹേളനം നേടുന്ന വിഭാഗങ്ങൾ, സാമൂഹ്യമായ ഒറ്റപ്പെട്ട വിഭാഗങ്ങൾ, അവർക്കൊരു ആത്മപ്രകാശം കിട്ടുന്നത് ഈ സംഘടന ചേരുമ്പോഴാണ്, ആ ചേരുമ്പോഴാണ്. ഇത് ഇപ്പോഴത്തെ മാത്രം വിഷയമുള്ളൂ. നൂറ്റാണ്ട് മുമ്പ് 1905 റഷ്യയിൽ ആദ്യത്തെ വിപ്ലവ ശ്രമം നടക്കുന്നത്. അതിനെ തകർക്കാൻ വേണ്ടി സ്റ്റോം ട്രൂപ്പേഴ്സ് ഉണ്ടാക്കിയത്.